പപ്പ പറയാൻ പോണ ക്രിസ്ത്യനെ ഞാൻ കെട്ടണമെന്നല്ലേ? എനിക്കത് പറ്റൂല. നീ ക്രിസ്ത്യനെ കെട്ടണമെന്ന് ഇവിടെ ആര് പറഞ്ഞത്? കെട്ടണ്ടേ? അതൊന്നും അല്ല. TP ജോർജിന്റെ മോളിലെ ജെസ്സി, അവളുമായിട്ട് ഇപ്പൊ ഇങ്ങനെ അടുപ്പൊക്കെ ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇല്ല. ഇല്ല. എന്നാ ഉണ്ടാക്കണം. അതായത് ഒരു അപ്പന് മോനോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയും. പപ്പ ഒന്നും കൂടെ പറഞ്ഞാണ്. എടാ, അതായത് നീ ആ ജെസ്സിയെ വീണ്ടും പ്രേമിക്കണം, ഒന്ന് കൂടുതൽ അടുക്കണം, എന്നിട്ട് അവളെ നീ കല്യാണം കഴിക്കണം. TP ജോർജിന്റെ മോളെ ജെസ്സിയെ ഞാൻ പ്രേമിക്കണം? എന്നിട്ട് താല്പര്യമില്ലേ? താല്പര്യം. എടാ, നിനക്ക് അവളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനല്ലേ? ജീവനാണ്. ആണല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇടിക്കേ, എന്നിട്ട് നീ കാര്യമായിട്ടൊന്ന് ആലോചിക്കും. അല്ല, കല്യാണം കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ താമസിക്കാമല്ലോ. നമ്മളെ വീട്ടില്? ആ, നമ്മുടെ വീടല്ലടാ. നീ ധൈര്യമായിട്ടിരിക്കും, ഞാനുണ്ട് കൂടെ. കഴിക്കും. എന്നാ ജീവസോപ്പേ. പിന്നെ നിന്റെ മമ്മീന്റെ അടുത്ത് തൽക്കാലം ഇതിപ്പോ പറയാൻ നിൽക്കില്ല. അടുത്തൊന്നും പറയണില്ല. പറയണ്ട, പറയൂല. എന്റെ മമ്മിയെ ഞാൻ പിന്നെ തഞ്ചത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ. കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല? കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഒഴിക്കട്ടെ ഒന്നുകൂടെ. ഒന്നും കൂടെ ഒഴിക്കാം. നമ്മളെ ജെസ്സിയെ നമ്മള് പ്രേമിച്ചിട്ട് കെട്ടുന്നു. നമ്മളല്ല, നീ. ഞാൻ തന്നെ. നിനക്ക് ഇക്കാര്യത്തിൽ ഒരു വിഷമമോ ബുദ്ധിമുട്ടോ ഉണ്ടാവാൻ പാടില്ല. എനിക്കതാ. എന്നാ ഇന്ന് തൊട്ട് നീ നിന്റെ പണികൾ ആരംഭിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് അടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിട്ട് പെട്ടെന്ന് തന്നെ രാവിലെ എണീറ്റ് പോട്ടെ. ശരി. എടാ ജോർജേ, നീ എന്നെ പറ്റി എന്താടാ കരുതിയത്? നിനക്കെന്നെ ശരിക്കും അറിയാൻ വയ്യ. നീ എന്തോ പറഞ്ഞേ? എന്റെ മോൻ വെറും ഒണ്ണയാണ്, അവനെ കൊണ്ടൊന്നിനും കഴിയില്ല എന്നല്ലേ? എടാ, നിന്റെ മോളെ എൻ്റെ മോനെ കൊണ്ട് തന്നെ ഞാൻ വീണ്ടും പ്രേമിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ മരുമോളായിട്ട് ഞാൻ താമസിക്കും. പിന്നെ നിനക്ക് അവളെ കാണണമെങ്കിലേ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ നീ വന്ന് കാത്തു നിൽക്കേണ്ടി വരും. ഈ സെബാസ്റ്റ്യനോടാ നിന്റെ കളി.